ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ യുവതിക്കെതിരെ ഇപ്പോൾ ഡിജിറ്റൽ രേഖകൾ കൈമാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ്. അഭിഭാഷകൻ വഴിയാണ് സീൽഡ് കവർ രേഖകൾ കൈമാറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, എത്രത്തോളം നിർണായകമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ടോ? വിനിത, അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുദ്രവെച്ച കവറിൽ ചില ഡിജിറ്റൽ രേഖകൾ സെഷൻസ് കോടതിയിലേക്ക് കൈമാറിയത്. ആ കൈമാറിയിട്ടുള്ള കവറിനകത്ത് 9 ഫയലുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ശബ്ദരേഖകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റ്, കോൾ റെക്കോർഡ് അടക്കമുള്ള കോൾ വിവരങ്ങളടക്കമുള്ള ചില രേഖകളാണ് കൈമാറിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുദ്രവെച്ച കവറിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് കോടതി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അതിനുശേഷം മാത്രമേ അന്വേഷണ സംഘത്തിനും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അഭിഭാഷകൻ ശേഖർ തമ്പി മുഖേനയാണ് ഇപ്പോൾ രേഖകൾ കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണോ, രേഖകളാണോ കൈമാറിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, അത് ഏതെങ്കിലും നിലയ്ക്ക് രാഹുലിനെ സഹായിക്കുന്നതാണോ, അനുകൂലമാവുകയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുടർന്ന് പരിശോധിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. ഇപ്പോൾ കോടതിക്ക് മുൻപാകെ നേരിട്ട് അത് ഹാജരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയെ സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുകൂലമാകുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ എന്നുള്ള നിലയ്ക്കാണ് പ്രതിഭാഗം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കേണ്ടത്. പക്ഷേ അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയതുകൊണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള രാഹുലിന്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഇനിയും വൈകും. അങ്ങനെയാണെങ്കിൽ അത് തിങ്കളാഴ്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുവരെ ഈ കൂട്ടുപ്രതിയും ഒളിവിൽ തുടരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ബുധനാഴ്ചക്കുള്ളിൽ പരമാവധി ഇത്തരം നീക്കങ്ങളിലേക്ക് പ്രതിഭാഗം കടക്കുന്നു എന്നുള്ളതാണ്. അതുവരെ ഒളിവിൽ തന്നെ തുടരാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ കടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൂടി നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേസമയം തന്നെ പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ മൊബൈൽ ഫോൺ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇതിനോടകം അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്സപ്പ് ചാറ്റുകളുടെ ആധികാരികത, ശബ്ദരേഖയുടെ ആധികാരികത ഒക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് ശാസ്ത്രീയ തെളിവ് എന്നുള്ള രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഈ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. അതേസമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൂടുതൽ പരിശോധന, അന്വേഷണം ഒക്കെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ചില നിർദ്ദേശങ്ങൾ, അതായത് താഴെത്തട്ടിലേക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ചില നിർദ്ദേശങ്ങൾ എത്തുന്നത് രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുന്ന തീരുമാനം അപ്പോൾ അറിയിക്കാം എന്നുള്ളതാണ് താഴെത്തട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഡോ പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അതേസമയം തന്നെ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നത് വക്കാലത്ത് ഒപ്പിടാൻ വേണ്ടിയൊക്കെ തന്നെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തി എന്നൊക്കെയുള്ളതായിരുന്നു. പക്ഷെ അക്കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അത് നേരത്തെ തയ്യാറാക്കി വെച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തു വഴിയായി ആ അപേക്ഷ ഒപ്പിട്ട അപേക്ഷ എത്തിക്കുകയോ ചെയ്തതാവാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ വഞ്ചൂർ കോടതിക്ക് സമീപവും അഭിഭാഷകന്റെ സമീപവും ഒക്കെയായി തന്നെ പോലീസിന്റെ സംഘങ്ങൾ പല രൂപത്തിൽ മഫ്തിയിലും ഷാഡോ പോലീസും ഒക്കെയായി തന്നെ നിലയുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. രാഹുൽ ഒളിവിൽ തന്നെ തുടരുകയാണ് എന്നുള്ളത് തന്നെ അന്വേഷണ സംഘം പറയുന്നു. എന്തായാലും ബുധനാഴ്ചക്കുള്ളിൽ രാഹുൽ പ്രത്യക്ഷപ്പെടാനോ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങാനോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതേസമയം തന്നെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കുന്നിടത്തോളം സ്വാഭാവികമായിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനോട് നിലവിൽ പുറത്തേക്ക് വരണ്ട എന്നുള്ളത് തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ രേഖകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രേഖകളോ കോടതിയിൽ സമർപ്പിക്കുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജോബിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ജോബിയെ കുറിച്ച് കൂടി ഇപ്പോൾ കാര്യമായി തിരക്കുന്നുണ്ട്. കാരണം ജോബിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അന്വേഷണത്തിന് നിർണായകമായിരിക്കും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം രാഹുലിന്റെ യുവതിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ ഗർഭചിത്രത്തിനുള്ള ഗുളികകളൊക്കെ കൊണ്ടുകൊടുത്തത് ഈ ജോബിയാണ്. അപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുന്നതിന് സമാനം തന്നെയാണ് ജോബിയെ ചോദ്യം ചെയ്യുന്നതിനും നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇയാളും ഒളിവിലാണ് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ ഫോൺ സംബന്ധിച്ചോ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്?
നിലവിൽ വിനീത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ജോബിയിൽ നിന്ന് അറിയേണ്ടത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് തന്നെയാണോ ഈ ഗുളിക നൽകിയിട്ടുള്ളത്, ഈ മെഡിസിൻ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. രണ്ട്, അത് ആരാണ് ജോബിക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ യുവതിയുടെ മൊഴിയിൽ പറയുന്നത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ചുവന്ന കാറിലെത്തിക്കൊണ്ട് ജോബി തന്നെ കാറിലേക്ക് കയറ്റുകയും അവിടെ വെച്ച് ഈ ഗുളികകൾ കൈമാറുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് യുവതിയുടെ മൊഴിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ജോബി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറുന്നു എന്നുള്ളതാണ്. നിലവിൽ ജോബിയെയും രാഹുലിനെയും ഒരേ നിലയിൽ തന്നെ രണ്ടുപേരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവരുടെ ഒരു അനുമാനം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ഫോണുകൾ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കയ്യിലാവാം. അതാണ് ഈ ഫോൺ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് കാരണം എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്ന ഒരു കാര്യം. എന്തായാലും ഫോൺ കയ്യിൽ കൊണ്ടുപോയി ഒളിവിൽ തങ്ങില്ല എന്നുള്ളത് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് രാഹുലിന്റെ ഫോണാണ്. ജോബിയുടെ ഫോണും അത്തരത്തിൽ തന്നെ വളരെ നിർണായകമാണ്. ആ ഫോണുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അന്വേഷണ സംഘം കരുതുന്നത്. അല്ലെങ്കിൽ അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ അതിനകത്തൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധന വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട്. യുവതിയുടെ ഫോണിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് തന്നെയാണ് രാഹുലിന്റെ ഫോൺ. കാരണം യുവതിയുടെ മൊഴിയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുലിന്റെ ഫോണിലാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് യുവതി കൃത്യമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഫോൺ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒളിവിൽ പോയി ഇത്ര ദിവസം സമയം ഇതിനിടയ്ക്ക് ഇടവേള വരുന്നത് കൊണ്ട് തന്നെ അത് ഏതെങ്കിലും നിലയ്ക്ക് നശിപ്പിക്കപ്പെടുമോ അല്ലെങ്കിൽ നശിപ്പിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക നിലവിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട്. മുൻപ് പല കേസുകളിലും അത്തരം സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ എത്തിയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഷാഡോ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന അന്വേഷണം ഒക്കെ തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം സജീവമായി നടക്കുന്നു. കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. തിരുവനന്തപുരവും ഒഴിവാക്കുന്നില്ല. മാത്രമല്ല ചില നേതാക്കളെ കൂടി നിരീക്ഷണത്തിലാണ് എന്നുള്ളത് കൂടി നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും നിലയ്ക്ക് രാഹുൽ ഇവരെ ബന്ധപ്പെടുവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഈ ആദ്യഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തി, വൈദ്യപരിശോധന പൂർത്തിയാക്കി. അതിനുശേഷം ഇന്ന് യുവതിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട എല്ലാ പ്രക്രിയകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരേണ്ടതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയേണ്ടത്. ആ പരിശോധനാ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായി അതിനെ വിലയിരുത്താനുള്ള രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പമാണ് രാഹുലിനെ തേടിയുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റാരെങ്കിലും യുവതിയുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ രാഹുലിന്റെ സുഹൃത്തുക്കൾ, കൂടുതൽ ആളുകൾ അവരുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒന്നിലധികം ആളുകളുടെ കാര്യങ്ങൾ യുവതി ഈ മൊഴിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് പല രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നോട് സംസാരിച്ച ആളുകളുണ്ട്. രാഹുലിന്റെ സുഹൃത്തുക്കൾ, ഒപ്പം തന്നെ യുവതിയുടെ തന്നെ സുഹൃത്തുക്കളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് കരുതാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ആദ്യഘട്ടം എന്നോണം ഡോക്ടറുടെ മൊഴി, ഡോക്ടറുടെ മൊഴിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ചികിത്സിച്ച ഡോക്ടർ ഈ കാര്യങ്ങൾ, അതായത് മെഡിക്കൽ രേഖകൾ സാധൂകരിക്കുന്ന തരത്തിൽ മൊഴി നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ വലിയ രീതിയിൽ സഹായിക്കുകയും തെളിവുകളെ കൂടുതൽ ബലവത്താക്കുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം ഡോക്ടർ തന്നെയാണ് ആ മെഡിക്കൽ രേഖകളിൽ ഒപ്പിട്ടിട്ടുള്ള ഡോക്ടർ. അതായത് ഈ ഗർഭചിത്രത്തിന് ശേഷം യുവതിയുടെ ആരോഗ്യനില വളരെ മോശമായി എന്നുള്ളതും, ഒപ്പം തന്നെ ആ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, അതിനുശേഷം ഉണ്ടായ ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മെഡിക്കൽ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഡോക്ടർ കൂടി സ്ഥിരീകരിച്ച് മൊഴി നൽകി കഴിഞ്ഞാൽ അന്വേഷണത്തിന് അത് വലിയ രീതിയിൽ ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല തുടക്കം മുതൽക്ക് തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്ന യുവതിയുടെ ചില സുഹൃത്തുക്കളുണ്ട്. അവരുടെ അടുത്തുനിന്ന് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. വിനീത.